അരുതരുതേ ഭാരത മൈത്രി, നമ്മൾ തകർക്കരുതേ മമതയെ കൈവിട്ട് പോകരുതേ. അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ കൈകോർത്ത നാടിതുമേ ഭാരതം നമ്മുടെ പൂക്കളമേ. വെടിയുണ്ട ഉതിർത്ത് പടവാളും പിടിത്ത്, വെടിയുണ്ട ഉതിർത്ത് പടവാളും പിടിത്ത്, ചോര ചിന്തുകയോ ചോര ചിന്തുകയോ അരുതേ, ചോര ചിന്തുകയോ. അരുതരുതേ ഭാരത മൈത്രി, നമ്മൾ തകർക്കരുതേ മമതയെ കൈവിട്ടു പോകരുതേ. അറിഞ്ഞിടണേ ഹിന്ദു മുസൽമാൻ കൈകോർത്ത നാടിതുമേ ഭാരതം നമ്മുടെ പൂക്കളമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. I love Muhammad sallallahu alaihi wasallam. I love Muhammad sallallahu alaihi wasallam. I love Muhammad sallallahu alaihi wasallam. അതെ, ഇടനെഞ്ചിലാണ്, ഹൃദയത്തിന്റെ അകത്തളത്തിലാണ് ഹബീബിനുള്ള സ്ഥാനമുള്ളത്. ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, എല്ലാത്തിനേക്കാളും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണുള്ളത്. അതുകൊണ്ട് എത്ര തുറങ്കലിൽ അടച്ചാലും, എത്ര വീടുകൾ നശിപ്പിച്ചാലും, എത്ര കച്ചവട സ്ഥാപനങ്ങൾ നശിപ്പിച്ചാലും മുസ്ലിമുകൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും, മുഅ്മിനുകൾ വിളിച്ചുകൊണ്ടേയിരിക്കും, ഐ ലവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റബീഉൽ അവ്വൽ പ്രമാണിച്ച് മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് ഐ ലവ് മുഹമ്മദ് എന്ന് ബാനർ എഴുതിക്കൊണ്ട് നടത്തിയ മീലാദ് റാലിയെ അക്രമാസക്തമായി നേരിട്ടുകൊണ്ടും അതിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടും ആക്രമിച്ചുകൊണ്ടും യോഗി ആദിത്യനാഥിന്റെ പോലീസ് ഭരണകൂടം അവരെ തുറങ്കിലടച്ചപ്പോൾ അതിനെതിരെ ശബ്ദിച്ചുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ എന്നല്ല, രാജ്യത്തിന്റെ പല ഭാഗത്തും, ലോകത്തിന്റെ പല ഭാഗത്തും സത്യവിശ്വാസികൾ ഐ ലവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്തളത്തിൽ പോലും ഐ ലവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴങ്ങിക്കേട്ടിരിക്കുകയാണ്. എന്തേ അതിന് കാരണം? ഓരോ മുസൽമാന്റെയും ഹൃദയാന്തരത്തിൽ അതിന്റെ ഉള്ളിലെ സൂക്ഷിപ്പ് സ്വത്താണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നാമത്തിനെ പോലും അതിരറ്റ് സ്നേഹിക്കുകയാണ് അവർ. എന്തേ? തുടക്കം മുതൽ, ചെറുപ്പം മുതൽ കുട്ടികളിലേക്ക് ആ പ്രവാചകർ തങ്ങളെ കൊടുക്കുകയാണ്. അദ്ദിബു ഔലാദക്കും അലാ തലാസി ഖിസാൽ. 3 കാര്യങ്ങൾ കൊണ്ട് കുട്ടികളെ അദബുള്ളവരാക്കി വളർത്താൻ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതിലൊന്നാമതായി പഠിപ്പിക്കുന്നത് ഹുബ്ബി നബിയിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ തങ്ങളോടുള്ള ഹുബ്ബിനെ കുറിച്ചാണ്. ഹുബ്ബാണ്. ആ ഹുബ്ബ് ചെറുപ്പത്തിൽ ഹൃദയത്തിൽ ഇറങ്ങിയതാണ്. അതിനെ ഇനി നിങ്ങൾ എത്ര JCB രാജ് നടത്തിയിട്ടും, എത്ര വീടുകൾ പൊളിച്ചാലും, എത്ര സ്ഥാപനങ്ങൾ തകർത്തെറിഞ്ഞാലും, എത്ര ആളുകളെ വെടിവെച്ച് കൊന്നു തൂക്കിക്കൊന്നാലും ശരി, അത് മുഅ്മിനുകളുടെ ഹൃദയത്തിൽ ഇറങ്ങിയതാണ്. അതിനെ നിങ്ങൾക്ക് ഉന്മൂലനം ചെയ്യാൻ, അതിനെ മായ്ച്ചു കളയാൻ ഒരാൾക്കും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് എന്ന നാമം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പരിശുദ്ധമാണ്. അതിനെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്തോറും ആ നാമം വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, ആ വ്യക്തി വാഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ നാമത്തെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്. മൻ വലദ ലഹു അർബഅതു ഔലാദിൻ വലം യുസമ്മി അഹദഹും ബിഇസ്മി ഫഖദ് ജഫാനി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, 4 മക്കൾ ഒരാൾക്ക് ഉണ്ടായിട്ട് മുഹമ്മദ് എന്ന എന്റെ പേര് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടിട്ടില്ലെങ്കിൽ അവൻ എന്നെ ഒഴിവാക്കിയവനായി എന്നാണ്. മുഅ്മിനുകൾ അവരുടെ മക്കൾക്ക് പേരിടുന്നത് മുഹമ്മദ് കൂട്ടിയിട്ടാണ്. ഞാൻ എന്റെ കുട്ടികൾക്ക് പേരിട്ടത് അങ്ങനെയാണ്. എന്റെ ഹബീബിന്റെ പേര് മുഹമ്മദ് എന്നും അൽ ഹാദി എന്നും ചേർത്ത് മുഹമ്മദ് ഹാദി എന്ന് എന്റെ ആദ്യത്തെ കുട്ടിക്ക് ഞാൻ പേരിട്ടത്. രണ്ടാമത്തെ കുട്ടിക്ക് ഹബീബായ തങ്ങളുടെ പേര് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പേര് കൂട്ടി അതിന്റെ കൂടെ മുത്തുനബിയുടെ മറ്റൊരു പേരായ ഹംദാൻ എന്നും കൂട്ടി മുഹമ്മദ് ഹംദാൻ എന്ന് പേരിട്ടുണ്ട്. ഹബീബായ തങ്ങൾ ഹുബ്ബ് വെച്ചുകൊണ്ട് ചെയ്തതാണത്. ആ ഹുബ്ബ് ഹൃദയത്തിലുള്ളതാണ്. അതിനെ മായ്ച്ചു കളയാൻ ഒരാൾക്കും സാധ്യമല്ല. എത്രത്തോളം നിങ്ങൾ അടിച്ചമർത്തിയാലും അതവിടെ കിടക്കും ആ സ്നേഹം. അതിന്റെ പേരിൽ മരിക്കേണ്ടി വന്നാലും മുഅ്മിനുകൾക്ക്, മുസ്ലിമുകൾക്ക് അതൊരു പ്രശ്നമില്ല.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന്റെ രാജ്യമാണ്. എല്ലാ മതങ്ങൾക്കും പ്രത്യേകമായി ജീവിക്കാൻ അവകാശവും സ്വാതന്ത്ര്യവുമുള്ള, അവരുടെ പരിശുദ്ധമായ ഓരോരുത്തരും ഇഷ്ടപ്പെടുന്ന മതത്തിനെ പ്രബോധനം ചെയ്യാനും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി, ഈ രാജ്യത്തിന്റെ സ്നേഹത്തെ തകർക്കാൻ വേണ്ടി, ഈ രാജ്യത്തിന്റെ പരസ്പര ഐക്യത്തെയും സൗഹാർദ്ദത്തെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കുറച്ചു വർഷങ്ങളായി ഈ രാജ്യത്ത് ഭരണം നടത്തുന്ന ഭരണകൂടങ്ങൾ അവരുടെ ഒത്താശയോടുകൂടെ ഇവിടുത്തെ സംഘപരിവാരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗം തന്നെയാണ് ഇതും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് പറയാനുള്ളത്, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഓരോ മുസൽമാനും അവനെന്ത് നഷ്ടപ്പെട്ടാലും മുത്തുനബി അവർ ചേർത്ത് പിടിച്ചിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാത്ത പക്ഷം അവർ മുസൽമാൻ ആകുന്നില്ല, മുഅ്മിനാകുന്നില്ല. കാരണം ഈമാനിന്റെ പൂർത്തീകരണം അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ്. അതറിയുന്ന, അത് പഠിച്ച, അത് ബോധമുള്ള ഒരാളും എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ തകർത്തെറിഞ്ഞാലും അവർക്കതൊരു പ്രശ്നമില്ല. മരുഭൂമിയിൽ, ചുട്ടുപഴുത്ത മരുഭൂമിയിൽ തന്റെ മുതുകത്ത് പാറക്കല്ല് വെച്ച് കാലിൽ ചാട്ടവാറ് കൊണ്ടടിച്ചപ്പോഴും അഹദെന്ന് പറഞ്ഞ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ആണ് അവർക്ക് മാതൃക. തന്റെ ഗുഹ്യഭാഗത്തിലൂടെ കമ്പി കുത്തിയിറക്കുമ്പോഴും അഹദ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിരറ്റ് സ്നേഹിച്ച സുമയ്യ ഹബീബ് റളിയല്ലാഹു തആല അൻഹയാണ് അവരുടെ മാതൃക. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ആ സ്നേഹത്തെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇതൊക്കെ വെറും പ്രവർത്തനമാണ്. പിന്മാറുക. ഈ രാജ്യത്തിന്റെ ഐക്യവും ഈ രാജ്യത്തിന്റെ സ്നേഹവും നിങ്ങൾ തകർക്കരുതേ എന്ന് യോഗി ആദിത്യനാഥിനോടും അവിടുത്തെ സർക്കാരിനോടും ആവശ്യപ്പെടുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.